10 മിനിറ്റ് മുമ്പ് എനിക്ക് വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നു. ഞാനൊരു മെസ്സേജ് തിരിച്ചയച്ചു, വോയിസ് ഇട്ടോളൂ, സ്വസ്ഥമായിട്ട് കേട്ടിട്ട് മറുപടി തരാമെന്ന്. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിട്ട ഒരു വോയിസാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ചാച്ചനും ഉണ്ട്, അമ്മച്ചും ഉണ്ട്. ചാച്ചൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. സ്വന്തമായി ഒരു 2 സെൻറ്റ് ഭൂമിയോ വീടോ ചാച്ചനോ അമ്മയ്ക്കോ ഇല്ല. ഞാൻ ഏക മകളാണ്. ഈ റബ്ബർ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന ചാച്ചൻ പെട്ടെന്നൊരു അസുഖം വന്ന സമയത്താണ്, തൊഴിലിനൊന്നും പോകാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കല്യാണാലോചന വന്നത്. ആലോചിച്ച് വന്ന പയ്യൻ്റെ അപ്പനും അമ്മയും ഞാൻ ഇന്നെന്നതുപോലെ ഓർക്കുന്നു, വീട്ടിൽ നിന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ട, സ്വർണവും വേണ്ട, കാശും വേണ്ട, ഒന്നും വേണ്ട, പെണ്ണിന് തന്നാൽ മതിയെന്ന്. പക്ഷെ എങ്കിലും എൻ്റെ ചാച്ചൻ ഞാൻ ഒറ്റ മോളല്ലേ എന്നുള്ള ചിന്ത കൊണ്ടും എന്നെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടും ഏകദേശം 5 ലക്ഷം രൂപ പലരിടത്തു നിന്നായിട്ട് എന്താ പറയുക കടം വാങ്ങി, അതായത് പലിശക്ക് വാങ്ങി, അതിനുള്ള സ്വർണവും അതുപോലെ തന്നെ കുറച്ച് കാശും അതൊന്നും കൂടാതെ കല്യാണ ചെലവൊക്കെ ചാച്ചൻ എടുത്തു. ചാച്ചൻ അതിൻ്റെ പലിശ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 2 വർഷമേ ആയുള്ളൂ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ് തുടങ്ങുന്ന ആവശ്യത്തിന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ ചാച്ചൻ ഏൽപ്പിച്ച എല്ലാ സ്വർണവും ചോദിച്ചു, കാശും ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും എൻ്റെ ചാച്ചൻ്റെ നൊമ്പരം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ചാച്ചൻ ഇപ്പോഴും പലിശ കെട്ടുകയാണ്, ഏക മകളായി എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞു തീരുമ്പോഴേക്കും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ വായെന്ന് പിന്നെ വന്ന വാക്കുകൾ ലോകത്തൊരു ഡിക്ഷണറിയിലും കാണില്ല ബ്രദർ. ഏത് പൂരപ്പറമ്പിൽ തെറിയാന്നറിയില്ല, അത്രയും കൂടുതൽ തെറിയും വഴക്കുമാണ് പിന്നെ ഹസ്ബൻഡിൽ നിന്നും, ഹസ്ബൻഡിൻ്റെ അപ്പനിൽ നിന്നും, അമ്മയിൽ നിന്നും ഞാൻ കേട്ടത്. ഞാനിപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്. ഞാൻ അതെല്ലാം എടുത്തവർക്ക് കൊടുത്തു. എൻ്റെ ചാച്ചനോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം. ഇത് കേട്ടപ്പം ഞാൻ ആ കൊച്ചിനെ കുറേ ഉപദേശിച്ചു. പക്ഷേ അവർ ഇമോഷണലി തീരുമാനങ്ങൾ എടുത്തു. സ്ത്രീകൾ അങ്ങനെയാണല്ലോ, എല്ലാം വാരികൂരി അവർക്ക് കൊടുത്തു. ഭർത്താവിൻ്റെ വീട്ടുകാർ അതെല്ലാം കൊണ്ടുപോയി വിറ്റു, അത് കാശാക്കി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പെങ്ങന്മാരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് നാളായിട്ടൊരു ട്രെൻഡാണ് സ്ത്രീധനം വാങ്ങില്ല, അത് കൊടുക്കില്ല, അത് വാങ്ങുന്ന ആളെ ഞാൻ കെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു ട്രെൻഡാണെങ്കിലും നിങ്ങൾ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ റിയാലിറ്റി വേറെയാണ്. അതാണ് ഈ പെൺകുട്ടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എന്താ ഞാൻ പറയാൻ വരുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ പെങ്ങന്മാരെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുന്ന കാശാണെങ്കിലും സ്വർണമാണെങ്കിലും സ്ഥലമാണെങ്കിലും അത് നിങ്ങളുടേതാണ് എന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുക. അത് നിങ്ങളുടേതാണ്. ഏത് സാഹചര്യം വന്നാലും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ അത് മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ, ദാനം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഹെൽപ്പിന് കൊടുക്കുന്നുള്ളൂ. വിവാഹം കഴിച്ചു എന്ന ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസിയെ നശിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ചെല്ലുന്ന വീട്ടിലുള്ള പെരുമാറ്റങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോക്സിക്കായ ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ട കാര്യമില്ല. 2, പെങ്ങന്മാർ ഓർക്കണം, നിങ്ങൾ വിവാഹം കഴിച്ചൊരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയില്ല എങ്കിൽ, ഈവൻ ഉണ്ടെങ്കിൽ പോലും എന്ന് പറയാം, ഭർത്താവിനോട് നിർബന്ധം പറഞ്ഞിരിക്കണം, മാസത്തിൻ്റെ അവസാനം എൻ്റെ വ്യക്തിപരമായ ചെലവിന് വേണ്ടി, അതായത് എൻ്റെ പോക്കറ്റ് മണിയായിട്ട് ഒരു തുക ചോദിച്ചു വാങ്ങിയിരിക്കണം. അത് നിങ്ങളുടെ അവകാശമായി നിങ്ങൾ കണ്ട് വാങ്ങി അത് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇനി അല്ല, അങ്ങനെ ആവശ്യങ്ങളില്ല എങ്കിൽ അതൊരു സേവിങ് ആയിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ വിവാഹം കഴിച്ച് ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായോ ഇനി അല്ലാതെയോ ചെയ്തെടുക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. ഏറ്റവും ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം നിങ്ങളുടേതാണ്. അത് ഭർത്താവിൻ്റെതും ഭർത്താവിൻ്റെ അപ്പൻ്റേതും അമ്മയുടേതുമാണ് എന്ന മട്ടിൽ അവർക്ക് ഓവർ സ്വാതന്ത്ര്യം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ ദ്രോഹിച്ചും കരയിപ്പിച്ചും സമ്പത്ത് അവരാസ്വദിക്കുകയാണെങ്കിൽ അതൊരു ശാപമായി മാറുകയേ ഉള്ളൂ എന്നതിൽ ഒരു സംശയവുമില്ല. ഇതൊരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് അവരുടെ കുടുംബക്കാരോടും പറയുന്നു,
നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയെയോ പെൺകുട്ടിയുടെ വീട്ടുകാരെയോ കരയിച്ചുകൊണ്ട് അവരുടെ നെഞ്ചത്ത് ചവിട്ടി അവരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു രൂപയും നിങ്ങൾക്ക് ഗുണമല്ല, അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. ഫിലോകാലിയ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഫിലോകാലിയ ഫാമിലി അക്കാഡമി ഇതുപോലെയുള്ള വേദനിക്കുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ഏത് കുടുംബത്തിനും ഏത് സമയത്തും ആശ്രയിക്കാവുന്ന ഒരു സ്ഥലമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.